അങ്ങനെ നമ്മുടെ എയ്സ് ഗോൾഡിനകത്തും ടിപ്പർ ഇറക്കിയേക്കാം കേട്ടാ. ഇൻട്ര അല്ല, എയ്സ് ഗോൾഡിലും ടിപ്പർ ഇറക്കിയേക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ടിപ്പറല്ല, ഇത് നമ്മുടെ വണ്ടിയാണ്. ഈ സെയിം മോഡലിലല്ല വന്നേക്കുന്നത്. ഈ ഹെഡ്ലൈറ്റ് ചതുരത്തിൽ വരുന്ന ഒരു മോഡലുണ്ടല്ലോ, ആ മോഡലിനകത്താണ് ടിപ്പ് ഗിയർ വന്നേക്കണത്. പിന്നെ ഈ സ്റ്റിയറിംഗ് ടൈപ്പ് അന്നേരം മേലിൽ വരുന്ന ഒരു രീതിയിലായിരിക്കണം. വുഡ്സ് വണ്ടി കൊണ്ടു നടക്കുന്നവർക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനത്തെ ഒരു വണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇതും എയ്സ് ഗോൾഡ് തന്നെയാണ്. ഇത് അതിനേക്കാളും മോഡൽ കുറഞ്ഞൊരു വണ്ടിയാണ്. പുതിയ മോഡൽ എയ്സ് ഗോൾഡിനകത്താണ് ടിപ്പ് ഗിയർ വന്നേക്കുന്നത്. ഒരിക്കലും നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ വണ്ടിയും കൊണ്ട് നടക്കാറുണ്ട് ഒരുപാട് നാളായി. വെച്ചാൽ 2014 മുകളിൽ ഞാൻ എയ്സ് കൊണ്ട് നടക്കണതാണ്. അപ്പോഴും നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം എയ്സിനകത്ത് ടിപ്പ് ഗിയർ വെച്ചൊരു വണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോണത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഹനമായിരിക്കും. കാരണം ഈ ഒരു വിപണിയിൽ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇതിനെ കടത്തി വെട്ടാനായിട്ട് വേറൊരു വണ്ടി നിലവിൽ ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി ഇറങ്ങത്തുമില്ല കേട്ടോ. എയ്സ് ഗോൾഡ്, അതായത് ഈ ലോക്കൽ സെറ്റപ്പിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നെ ഒരു വണ്ടിയായത് ഈ സാധനം. ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസയുടെ കണക്ക് പറയാനേ പറ്റത്തില്ല കേട്ടോ. അതേപോലെ കണക്ഷൻസും വേണം, അല്ലാണ്ട് നമുക്ക് ചുമ്മാ അങ്ങോട്ട് കയറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇതിന് ടിപ്പ് ഗിയറും കൂടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഇപ്പം ഇൻട്രയുടെ V20 ഒക്കെ വിളിക്കുന്ന സമയത്ത്, V20 ഇല്ലെന്ന് തോന്നുന്നു, V30 ഒക്കെ വിളിക്കുന്നത് എല്ലാവർക്കും ഇറക്കാനായിട്ടുള്ള മടി കാരണമാണ് എല്ലാവരും എംസാൻ്റെ സാധനങ്ങളൊക്കെ ആ വണ്ടിക്കകത്ത് കൊണ്ടുപോകണം. ഇപ്പം ഇനി ഇതിനകത്തും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിസാരമായിട്ട് ഈ വണ്ടി പുഷ്പം പോലെ ഓടി നല്ല കാശുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സമയം ഇനി എന്താ പറയുക, ഇത് അവർ ഒഫീഷ്യലി ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. സംഭവം നമുക്കൊരു കിട്ടിയൊരു ചെറിയൊരു പിക്ചറിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രയുടെ ടിപ്പർ വരും, റോസ്റ്റിൻ്റെ ടിപ്പർ വരും, പിന്നെ മഹേന്ദ്രയുടെ ടിപ്പർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 7 മാസം 8 മാസം 9 മാസത്തിന് മുമ്പ് ചെയ്ത വീഡിയോ. അതിനുശേഷം ആ പറഞ്ഞ 3 വാഹനങ്ങൾക്ക് അതും വണ്ടി, പക്ഷെ ആ 3 കമ്പനിക്കും വണ്ടി ഇറങ്ങി. അതേപോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കൂടിയില്ല. ഇതിനകത്ത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വണ്ടിയോ വരുമെന്നുള്ള കാര്യം ചിന്തിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ വണ്ടിക്കകത്തൊരു 10,000-50,000 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കി വെക്കാൻ പറ്റും, ടിപ്പ് വെക്കാൻ പറ്റും, അങ്ങനെ ചെയ്താലോന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അപ്പം ലീഗലി നമുക്ക് ഓടിച്ചിട്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ വെഹിക്കിളിനെ പേടിച്ച് ഫുൾ ടൈം കറങ്ങി നടക്കാനേ പറ്റത്തുള്ളൂ, സ്റ്റാൻഡിലൊന്നും പോകാൻ പറ്റില്ല. ഇനി എന്നാ മേടിക്കാൻ വണ്ടി ഇറങ്ങിയല്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോക്കകത്ത് കൊടുക്കാം, മേളിലും താഴ്ത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊടുത്തേക്കാം. ഓക്കെ. വേറൊരു കാര്യം, ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാൻ പാടില്ല കേട്ടോ. ഇപ്പം നിലവിൽ ഈ വണ്ടിക്ക് എത്ര രൂപ ഉണ്ടോ അതിനേലും കുറച്ചുകൂടി വ്യത്യാസമേ അതിനും വരുവുള്ളെന്ന് എനിക്ക് തോന്നണത്. ബാക്കി വണ്ടി വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മതി ഞാൻ പറഞ്ഞുതരാം.